സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എത്തി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, ഞാൻ ഇന്ന് വരെ പഠിപ്പിക്കാത്തൊരു കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എത്തി എന്നുള്ള ഈ സെൻറ്റൻസ് പറയാൻ വേണ്ടി നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ടെൻസ് ആണെന്നുള്ളതാണ്. ഇതിവിടെ ഒരു വിഷയമാണ്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പഠിപ്പിച്ചനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? സമയം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, അല്ലേ? പക്ഷേ നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ, ഞാൻ ഇന്ന് ഇവിടെ എത്തി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കഴിഞ്ഞു പോയോ? അതാണ് ഇവിടുത്തെ വിഷയം. എന്താണ്, ആ സമയം കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോഴും നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇനിയിപ്പോഴേ നമുക്ക് ഈ മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് സമയം കഴിയാത്ത പലതുമുണ്ട്. എന്തൊക്കെയാണ്? ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് സമയം കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താണ്, ഉദാഹരണത്തിന് 4 മണിയായി എന്ന് ചിന്തിക്കുക, വൈകുന്നേരം. ആ പറഞ്ഞ സുഹൃത്ത് വന്നത് രാവിലെ ആയിരിക്കാം. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നാണ് വന്നതെന്ന്. രാവിലെ വന്നാലും ഇന്നാണല്ലോ, ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വന്നാലും ഇന്ന് തന്നെയാണ്, അല്ലേ? ഇനി മറ്റൊന്ന് ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആഴ്ച കഴിഞ്ഞു പോയോ? ഇല്ല. കാരണം എന്താണ്, ഇന്ന് വ്യാഴാഴ്ച ആയിട്ടേ ഉള്ളൂ. ഈ ആഴ്ച കഴിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ ദിസ് ഇയർ, ഇത് 2019 എന്ന് പറഞ്ഞ വർഷമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയവും 2019ആണ്. ഈ സമയവും കഴിഞ്ഞു പോയോ? ഇല്ല. ഇനി വ്യക്തമായിട്ട് കഴിഞ്ഞു പോയ സമയം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്റ്റർഡേ കഴിഞ്ഞു പോയോ? യെസ്, കഴിഞ്ഞു പോയി. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാലും ഇന്നലെ എന്ന് തന്നെ അർത്ഥം. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ അർത്ഥം. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞു പോയി. ലാസ്റ്റ് ഇയർ കഴിഞ്ഞു പോയി. ഓക്കെ, 1940 കഴിഞ്ഞു പോയി. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച, അതും കഴിഞ്ഞു പോയി. നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്, ചില കാര്യങ്ങൾ നമ്മൾ കാര്യം കഴിഞ്ഞെങ്കിലും കഴിഞ്ഞു പോകാത്ത സമയങ്ങൾ കൂട്ടി പറയുകയാണെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താണ്, ആ സമയം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വരുന്ന ഒരു സമയത്ത് സംഭവം കഴിഞ്ഞു പക്ഷെ സമയം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. കാരണം എന്താണ്, ഞാൻ ഇന്ന് ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാം. അതായത് സംഭവം നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ സംഭവം ചെയ്തു കഴിഞ്ഞു, പക്ഷേ സമയം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം ഏതാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. സംഭവം നടന്നു, സമയം കഴിഞ്ഞു പോയി, നമുക്കറിയത്തില്ല സമയം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട, അല്ലേ? എന്താണ്, നമുക്ക് സമയം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എന്താണ്, ആ സമയം കഴിഞ്ഞിട്ടില്ല, സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? മറക്കരുത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നിങ്ങൾ എന്ത് പറയും? സാറിന് ഞങ്ങൾക്ക് തെറി പറയണമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണ്, നേരത്തെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, എന്താണ്, നമ്മളിതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ആദ്യം സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കുന്നു, കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളത് പഠിക്കുന്നു. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ തെറ്റെഴുതി വെച്ചിട്ട് പിന്നെ എന്നെ അനാവശ്യം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സമയം അല്ലെങ്കിൽ സംഭവം നടന്നു കഴിഞ്ഞു, സമയവും കഴിഞ്ഞു എങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ശ്രദ്ധിക്കുക, സംഭവം നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു പക്ഷേ സമയം കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാം, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. സംഭവം നടന്നു കഴിഞ്ഞു, സമയവും കഴിഞ്ഞെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഐ ഹാവ് റീച്ച്ഡ് ഹിയർ ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇന്ന് ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇന്നെന്നുള്ള സമയം കഴിഞ്ഞോ? ശ്രദ്ധിക്കുക, ഇല്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഐ റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. കാരണം എന്താണ്, നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സമയം കഴിഞ്ഞു, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞല്ലോ. ഇത് ഉപയോഗിക്കും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. എന്താണ്? V2 മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലേ?
ഇനി ഷീ ഹാസ് ബോട്ട് ദിസ് കാർ ദിസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൾ ഈ കാറ് ഈ വർഷമാണ് വാങ്ങിച്ചത്. സംഭവം കഴിഞ്ഞു പോയി അല്ലേ, പക്ഷെ സമയം കഴിഞ്ഞിട്ടില്ല, അതാണ് വിഷയം അല്ലേ. അപ്പോൾ ഏതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറയാണ് അവൾ കഴിഞ്ഞ വർഷമാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു പോയി, സംഭവം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ഷീ ഹാസ് ബോട്ട് ദിസ് കാർ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോഴെന്ത് പറയും, ഷീ ബോട്ട് ദിസ് കാർ ലാസ്റ്റ് ഇയർ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് തെറ്റാണ് അല്ലേ. എന്താണ്, പെട്ടെന്ന് എഴുതിയപ്പം സംഭവിച്ചതാണ്. ഓക്കെ, എന്താണ് എഴുതാൻ കൃത്യമായിട്ടുള്ള എന്താണ്, ഷീ ബോട്ട് ദിസ് കാർ ലാസ്റ്റ് ഇയർ. ഷീ ഹാസ് ബോട്ട് അല്ല, ഷീ ബോട്ട് ദിസ് കാർ ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി 3 times ദിസ് വീക്ക്. ഓക്കെ, ഞാൻ ഈ മൂവി എത്ര തവണ കണ്ടു, 3 തവണ കണ്ടു. എപ്പോഴ്, ഈ ആഴ്ച തന്നെ. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ചില സിനിമയൊക്കെ ഇറങ്ങുമ്പോഴത്തേനും 3-4 തവണ ആൾക്കാർ പോയി കാണാറുണ്ടല്ലോ അല്ലേ. അപ്പോഴത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോഴും ഞാൻ പറയാണ് ലാസ്റ്റ് വീക്കിൽ ഞാൻ 3 തവണ കണ്ടെന്ന് പറഞ്ഞാലോ, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാരണം എന്താണ്, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഐ വാച്ച്ഡ് ദിസ് മൂവി 3 times ലാസ്റ്റ് വീക്ക്. വളരെ സിമ്പിളാണ് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്, ഇനി കഴിഞ്ഞ കാര്യം സമയം അറിയത്തില്ല, അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ ഏതുപയോഗിക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പണ്ടുള്ള ചാപ്റ്ററുകളിൽ പഠിച്ചതാണ് അല്ലേ. എന്താണ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ജോലി പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ സമയമൊന്നുമില്ല, അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യം. അപ്പോൾ ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഐ ഹവ് ലോസ്റ്റ് മൈ പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അവിടെ നമുക്ക് സമയം അറിയത്തില്ല എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് അല്ലേ. ഐ ലോസ്റ്റ് മൈ പേഴ്സ് ലാസ്റ്റ് മന്ത്. ഓക്കെ, കഴിഞ്ഞ മാസമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ലോസ്റ്റ് മൈ പേഴ്സ് ലാസ്റ്റ് മന്ത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹി ഹാസ് ബ്രോക്കൺ ഹിസ് ആം. ഓക്കെ, അവൻ എന്ത് ചെയ്തു, അവൻ്റെ കൈ ഒടിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അവൻ തന്നെ തല്ലി ഓടിച്ചല്ല കേട്ടോ. ഹി ഹാസ് ബ്രോക്കൺ ഹിസ് ആം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അവൻ്റെ കൈ തല്ലി ഓടിച്ചെന്നല്ല അർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്, ഇംഗ്ലീഷിൽ അവൻ്റെ കൈ ഒടിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവൻ്റെ കൈ ഇന്നലെ ഒടിഞ്ഞു എന്നെങ്ങനെ പറയാൻ പറ്റും, ഹി ബ്രോക്ക് ഹിസ് ആം ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ഇന്നലെ അവൻ്റെ കൈ ഒടിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഐ ഹവ് സീൻ ദ മൂവി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ ആ മൂവി കണ്ടു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഐ ഹവ് സീൻ ദിസ് മൂവി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ മൂവി കണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. എപ്പോഴാണ് കണ്ടതെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കഴിഞ്ഞ വർഷമായിരിക്കും, ചിലപ്പോൾ 10 വർഷം മുമ്പ്, അതൊന്നും അറിയത്തില്ല, അതിനോട് പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് പഠിച്ചതാണ്, നമ്മൾ പഠിക്കാത്ത കൺസെപ്റ്റാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ, നേരത്തെ പഠിച്ചതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഐ സോ ദ മൂവി യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ സിനിമ, അല്ലെങ്കിൽ ദ മൂവി എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സിനിമ, അല്ലെങ്കിൽ ദിസ് മൂവി എന്ന് പറഞ്ഞാലോ ഈ സിനിമ, ഐ സോ ദിസ് മൂവി യെസ്റ്റർഡേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, സാർ ഐ സോ അല്ലല്ലോ, വാച്ച് അല്ലേ പറയേണ്ടത്. ശരിയാണ്, അതാണ് കൂടുതൽ നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ ഇംഗ്ലീഷുകാർ സംസാരത്തിൽ ഈ സിയും സോയും ഒക്കെ പറയാറുണ്ട്, എങ്കിലും കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറി ഫോളോ ചെയ്ത്, ഗ്രാമർ ഫോളോ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് പറയേണ്ടത്, വാച്ചാണ് പറയേണ്ടത്, അതാണ് കൃത്യവും. പക്ഷേ സോയും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുന്നത് എപ്പോഴാണ്, ഒന്ന് സംഭവം കഴിഞ്ഞു, സമയമില്ല, അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഹി ഹാസ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്താണ് പഠിച്ചത്, സമയം കഴിഞ്ഞു, പക്ഷേ കഴിഞ്ഞ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, അവിടെ എന്താണ്, ഹി ഫിനിഷ്ഡ് ദ ഹോംവർക്ക് യെസ്റ്റർഡേ എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കൺസെപ്റ്റ് എന്താണ്, സമയം കഴിഞ്ഞു, അല്ല സംഭവം കഴിഞ്ഞു, പക്ഷെ സമയം കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം, ടുഡേ, ദിസ് വീക്ക്, ദിസ് ഇയർ, സമയം കഴിഞ്ഞിട്ടില്ല. അപ്പോഴേ നമ്മൾ അന്നേരം ഇത് ഉപയോഗിക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കും. അപ്പോഴെങ്ങനെയാണ്, ഐ ഹാവൻ സീൻ ഹർ ടുഡേ. ഓക്കെ, ഞാൻ അവളെ കണ്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അവളെ ഇന്ന് കണ്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഐ ബോട്ട് എ കാർ ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഒരു കാർ ഈ ആഴ്ച വാങ്ങിച്ചു. ഐ ഹാവ് ബോട്ട് എ കാർ ദിസ് വീക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഐ ഡിഡ്ന്റ് സീ ഹർ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സമയം കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താണ്, പിന്നെ സമയവും കഴിഞ്ഞു പോയി. അപ്പോഴെന്താണ്,
നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അതിന് നെഗറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴെന്താണ് നെഗറ്റീവിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് എങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കും. ആ V2വിനെ നമ്മൾ പിരിച്ചെഴുതുക. അപ്പോൾ V2 = did plus V1. കറക്റ്റ്. അപ്പോഴെന്ത് ചെയ്യും, അതിൻ്റെ കൂടെ നോട്ടും കൂടെ ഉപയോഗിച്ചാൽ എന്താകും, അത് നമുക്ക് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് നമുക്ക് കിട്ടും. ഐ ഡിഡൻറ്റ് സീ ഹർ ലാസ്റ്റ് വീക്ക്. ഐ ഡിഡൻറ്റ് സോ ഹെർ അല്ല, ഐ ഡിഡൻറ്റ് സീ ഹർ. കാരണം എന്താണ്, ഡിഡ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പോഴത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ആക്കി നോട്ടും കൂടി ചേർത്തു. ഐ ഡിഡൻറ്റ് സീ ഹർ ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു എന്നങ്ങനെ പറയും. ഐ സോ ഹെർ ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഞാൻ അവളെ കണ്ടില്ലായിരുന്നു, അവളെ ഞാൻ കണ്ടില്ലായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. കണ്ടില്ല, അവിടെ സമയമൊന്നുമില്ല, കണ്ടില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഐ ഹാവൻറ്റ് സീൻ ഹർ എന്ന് മാത്രം പറഞ്ഞാലും മതി. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മറ്റ് ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്, യെറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഐ ഹാവൻറ്റ് ഹി ഹാസൻറ്റ് കോൾഡ് മീ യെറ്റ്. ഓക്കെ, അവൻ ഇതുവരെ എന്നെ ഫോൺ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. നമ്മളിത് പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പറയുന്നുള്ളൂ. ഹവ് യു എവർ അത് കഴിഞ്ഞ മുമ്പിലത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. നീ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അർത്ഥം. ഓക്കെ. ഹവ് യു എവർ മെയ്ഡ് എ കേക്ക്. ഓക്കെ, നീ ഇന്ന് വരെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചതാണ് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടതാണ് ഹാസൻറ്റ് അല്ലെങ്കിൽ ഹാവിൻറ്റ് പ്ലസ് V3. ഇനി ഇപ്പോഴും പോസിറ്റീവ് ഹാവ് പ്ലസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് V2 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് ഡിഡൻറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഐ ഹാവൻറ്റ് സ്പെൻറ്റ് ഓൾ ദ മണി. ഓക്കെ, എനിക്ക് തന്ന എല്ലാ പൈസയും ഞാൻ ചിലവാക്കിയില്ല. നമ്മളൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പൈസ തരാറില്ല. അപ്പോഴും നമ്മൾ വളരെ 5 രൂപ, ചിലപ്പോൾ 1000 രൂപ വന്നിട്ട് ചിലപ്പോൾ ഒരു 5 രൂപ മിച്ചമായിട്ട് എന്നിട്ട് പറയും, ഞാൻ എൻ്റെ പൈസ മുഴുവൻ ചിലവഴിച്ചില്ല. അവസാനം എന്താണ്, നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത് വെറും 5 രൂപ മാത്രമാണ്. ഓക്കെ, ഇത് എനിക്ക് നടന്ന സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ഹാവൻറ്റ് സ്പെൻറ്റ് ഓൾ ദ മണി. ഓക്കെ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം, ഐ ഡിഡൻറ്റ് സ്പെൻഡ് ഓൾ ദ മണി ലാസ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ ഇന്നലെയായിരുന്നു ടൂറിന് പോയി, ഇന്നലെ ഞാൻ ഉപയോഗിച്ചില്ല എന്നാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ സ്പെൻഡിൻ്റെ സ്പെല്ലിങ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ V1ൻ്റെ സ്പെല്ലിങ് SPEND ആണ്. V2ഉം V3യും SPENT ആണ്. ഓക്കെ. ഹി ഹാസ് ഡ്രങ്ക് ടു മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ഒരുപാട് മദ്യപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഐ ഡിഡൻറ്റ് ഡ്രിങ്ക് ടു മച്ച് ലാസ്റ്റ് സൺഡേ. ഓക്കെ, ഇവിടെ ഡ്രിങ്ക് വിട്ടുപോയി. ഐ ഡിഡൻറ്റ് ഡ്രിങ്ക് ടു മച്ച് ലാസ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഒരുപാട് മദ്യപിച്ചില്ല എന്നാണ് പറയുന്നത്. ഐ ഡിഡൻറ്റ് ഡ്രിങ്ക് ടു മച്ച് ലാസ്റ്റ് സൺഡേ. ഓക്കെ. ഇനിയിപ്പോഴും നമുക്ക് ഇപ്പോൾ പഠിച്ച ഈ കൺസെപ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീണ്ടും കാണുക, എങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് അങ്ങ് വരുള്ളൂ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അവർ ഇന്ന് വന്നു എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ശ്രദ്ധിക്കുക, അവർ എന്നാ വന്ന്, ഇന്നാ വന്ന്. ഇന്ന് കഴിഞ്ഞു പോയോ? ഇല്ല. അപ്പോൾ എന്ത് പറയാം? ഓക്കെ, ദേ ഹാവ് കം ടുഡേ. ഓക്കെ, കം, കെയിം, കം എന്നുള്ളത് V3 ആണ്, മറക്കരുത്. ഓക്കെ, ഞാൻ ഈ സിനിമ 10 തവണ കണ്ടിട്ടുണ്ട്. സമയമൊന്നുമില്ല, 10 തവണ എപ്പോഴോ കണ്ടിട്ടുണ്ട്, സമയമില്ല, കഴിഞ്ഞു പോയ കാര്യം അല്ലേ. എന്താണ്, ഐ വാച്ച് ദിസ് മൂവി 10 times. കറക്റ്റ്. ഞങ്ങൾ ഇന്നലെ ഒരു പുതിയ കാർ വാങ്ങിച്ചു. ഇന്നലെ കഴിഞ്ഞു പോയോ? തീർച്ചയായിട്ടും കഴിഞ്ഞു പോയി. അപ്പോൾ ഏത് ടെൻസാണ്? ശ്രദ്ധിക്കുക, വി ബോട്ട് എ ന്യൂ കാർ യെസ്റ്റർഡേ. ഓക്കെ, വി ബോട്ട് ആണോ അതോ ബ്രോട്ട് ആണോ വരുന്നത്? BROUGHT ആണ് വരുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ബൈയുടെ V2 ബോട്ട്, ബൈ, ബോട്ട്. പക്ഷേ ബ്രിങ്ങിൻ്റെ V2 എന്താണ്? ബ്രോട്ട്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥം അല്ലേ. അതിൻ്റെ V2 V3 ആണ് ബ്രോട്ട്. പക്ഷേ ഈ ബൈയുടെ V2 V3 ബോട്ടാണ്, മറക്കരുത്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഓടുന്ന ബോട്ടില്ലേ, ആ സെയിം പ്രൊനൗൺസിയേഷനാണ് വരുന്നത്, മറക്കരുത്. ഓക്കെ, ഞാൻ 3 തവണ ബോംബെക്ക് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം. ഓക്കെ, ഐ ബീൻ ടു മുംബൈ 3 times. ബീൻ ടു. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഹാവ് അങ്ങ് നമ്മുടെ ശരിക്കും പ്രൊനൗൺസിയേഷന് വരികയില്ല. അബീൻ എന്നാൽ മാത്രമേ വരുള്ളൂ. ബീൻ ടു മുംബൈ 3 times എന്നാണ് വരുന്നത്. ഓക്കെ,
അവൻ കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ വന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണല്ലോ പറയുന്നത്. കറക്റ്റ്, നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഹി ഡിഡ്ന്റ് കം ടു ഓഫീസ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഞാൻ ഈ സിനിമ കഴിഞ്ഞ വർഷം 10 തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴെപ്പോഴാണ് കണ്ടത്? ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം. ഓക്കെ, എങ്ങനെയാണ്? ഐ വാച്ച്ഡ് ദിസ് മൂവി 10 times ലാസ്റ്റ് ഇയർ. ഓക്കെ, അവർ ഈ ആഴ്ച വീട്ടിൽ പോയി, അല്ലെങ്കിൽ അവർ ഈ ആഴ്ചയാണ് വീട്ടിൽ പോയത് എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞു പോയോ? ഇല്ല. ഏത് ടെൻസാണ്? കറക്റ്റ്. എങ്ങനെയാണ്? ദേ ഹാവ് ഗോൺ ഹോം ദിസ് വീക്ക്. കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോഴേ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.